അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്നതാണ് ഇപ്പോൾ വിനേഷ് കുഞ്ഞിരാമന്റെ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത്. അരുണാചൽ പ്രദേശിനെ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ ചരിത്രമാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് ഈ തർക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അത് നമുക്ക് പരിശോധിക്കാം. റിപ്പോർട്ടർ ഡാറ്റാ സെന്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ത്യ ചൈന തർക്കം അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണ് എന്ന് ചൈന പറഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ തുടങ്ങുന്നതാണ്. ഈ അവകാശവാദത്തിൽ നിന്ന് ചൈന ഒട്ടും തന്നെ പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടുമില്ല. അരുണാചൽ പ്രദേശിനെ ദക്ഷിണ ടിബറ്റ് എന്നാണ് ചൈന വിളിക്കുന്നത്. ടിബറ്റുമായിട്ടുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധമാണ് ഇതിന് കാരണമായി ചൈന ചൂണ്ടിക്കാട്ടുന്നത്. ഇടയ്ക്കിടെ അരുണാചൽ പ്രദേശിനെ ചൈനയുടെ ഭാഗമാക്കി ഭൂപടം പ്രസിദ്ധീകരിക്കാറുമുണ്ട് ചൈന. ഇതാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന അതിർത്തി രേഖയുണ്ട്, മൻമോഹൻ രേഖ. എന്നാൽ ഈ രേഖ ഞങ്ങൾ അംഗീകരിക്കില്ല, ഇതാണ് ചൈന പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയുടെ 90,000 ചതുരശ്ര കിലോമീറ്ററാണ് ചൈന തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്നത്. ഇതൊക്കെയാണ് ഈ പോരാട്ടത്തിനിടയിൽ, ഈ വാക്പോരിനിടയിൽ ചൈന പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനിടയ്ക്ക് ചൈന ചില കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ചൈന സ്ഥലങ്ങളുടെയൊക്കെ പേരങ്ങ് മാറ്റും, എന്നിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. 2022 ജനുവരിയിൽ അരുണാചൽ പ്രദേശിലെ 15 സ്ഥലങ്ങൾക്കാണ് ചൈന പേരിട്ടത്. ഈ പേരിട്ടിട്ടത് ഒരു കാര്യവുമില്ല, ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് ഇന്ത്യ തിരിച്ചു പറയുകയും ചെയ്യും. 2017ലും 6 സ്ഥലങ്ങൾക്ക് ചൈന പേരിട്ടിരുന്നു. ഈ പേരിടൽ ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യയുടെ മറുപടി വരുന്നത്, പേരിട്ടിട്ട് കാര്യമില്ല, അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതാണ് എന്ന് പറയും. ഏറ്റുമുട്ടലുകളുടെ ഒരു ചരിത്രം കൂടി നമുക്ക് പരിശോധിക്കാം. 2013, 2014, 2017, 2020 വർഷങ്ങളിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായത്. 2020 ഗാൽവൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഇത് ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടക്കാറില്ലേ എന്ന് നമ്മൾ ചോദിച്ചാൽ ഉണ്ട്, നടക്കാറുണ്ട്. നയതന്ത്ര ചർച്ചകളെക്കുറിച്ച് പറഞ്ഞാൽ 2023 ഓഗസ്റ്റിൽ ജോഹനാസ്ബർഗിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2024 ഇന്ത്യയും ചൈനയും അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാം എന്ന ഒരു കരാറിലേക്കും എത്തിയിരുന്നു. ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും ചൈന വീണ്ടും പ്രകോപനവുമായി രംഗത്ത് വരികയാണ്. ചൈന ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് തങ്ങളുടേതാക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരും, പക്ഷേ നമ്മളത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ ഡാറ്റ വെച്ച് നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ട കാര്യം.